ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊരു കുഴിമന്തി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് നമ്മൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ട്, മാഗി ക്യൂബ്, ചിക്കൻ ഒരു വലിയ പാത്രത്തിലിട്ട് ചിക്കൻ, മാഗി ക്യൂബ്, ക്യാപ്സിക്കം, ഉപ്പ്, മുളക്, എള്ള്, അങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് ഇട്ട് വെക്കാം. പിന്നെ കുറച്ച് കുരുമുളക്, മാഗി ക്യൂബ് ഒരു കട്ടിട്ടാൽ മതി. പിന്നെ ഇത്തിരി മന്തി മസാല ഇട്ടിടാം. ഇത്തിരി പൊടി, നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഉപയോഗിക്കുന്ന പൊടി ഇടുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒഴിക്കുക. കുരുമുളക് പൊടിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു ഇതിൻ്റെ പേരിക്കറിയില്ല, നമ്മൾ മന്തിയിൽ ചേർക്കുന്ന സാധനമാണ്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത്. പിന്നെ സ്കൂളായിരുന്നു. എല്ലാത്തിനും പിടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇത്തിരി തക്കാളി വെച്ചതും കുറച്ച് കുഴച്ചെടുത്ത ശേഷം കുറച്ച് മല്ലി, പുതിന എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അടച്ചു വെക്കാം. ഇവിടെ അടുപ്പത്ത് വെച്ചേക്ക് 3 വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വന്നിട്ടോ ആണ് ഞാൻ ചിക്കൻ പിടിക്കുന്നത്. കുറച്ച് ലൈറ്റാണ് ഇട്ടിട്ടുള്ളത്. വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറേ പീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൂത്ത് വരും. നമുക്കൊന്നുമില്ല, നമ്മൾ നാലഞ്ചെണ്ണം എഴുതാം. കുറേ ഇട്ടെടുക്കാം, എന്നാലും വേഗം പണി ചെയ്യാം. ഇടയിൽ വെച്ചെടുക്കാണ്. ഇവിടെ അരി വെള്ളത്തിലിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ നമ്മുടെ അപ്പോൾ നമുക്ക് നമ്മളെ റൈസ് ഇട്ടെടുക്കാം. റൈസ് നമ്മൾ ആവശ്യത്തിന് ഇട്ടുന്നുണ്ട്. ഇട്ടെടുക്കട്ടോ. അപ്പോൾ ചിക്കൻ അടച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിലോട്ട് ബീഫ് ആവുന്നുണ്ട്. നമ്മൾ അരിയും തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി വെക്കാം. കറക്റ്റായിട്ടുണ്ട് റൈസ്. എന്തിനും നമ്മൾ കൂട്ടിട്ടോ. നമ്മളെ ചിക്കൻ നമ്മൾ മറിച്ചിടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കായം ഒഴിച്ച് വെച്ച് ബാക്കി പീസാണ് പൊരിക്കുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഇട്ടെടുത്തു. ഉള്ളിയും മുള്ളിയും കൊലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മന്തി മസാലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് നേരത്തെ അല്ല, ഇതാട്ടോ ഈ ഫുഡ് കളറാണ് ടൈഗറിൻ്റെ. ഇത് ഈ ഒരു കട്ടയാണ് നമ്മൾ മന്തീൻ്റെ ചിക്കൻ ഇട്ടെടുക്കേണ്ടത്. ഈ 2 പീസ് മതി കേട്ടോ. 4:40 ആയിട്ടുണ്ട്. നല്ല പോലെ കത്തണ്ട്. ചോറിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഞങ്ങൾ 3 നാരങ്ങ എടുത്തിട്ടുള്ളത്. സാധാരണ 1 ഇപ്പോൾ കുറേ ഇരിക്കണുണ്ട്. 3 ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചിക്കന് മുരിത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ടയെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ സോസ് ഉണ്ടാക്കുകയാണ്. മല്ലി നേരത്തെ അതിന് വെച്ചാൽ മല്ലി മുരിട്ട് സോസ് ചോറ് ഊറ്റി. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ദമ്മിടാനാണ് പോണത്. ചിക്കൻ ഇട്ടു, ചോറിട്ടു, പിന്നെ കുറച്ച് കായം ഇട്ടിട്ട് നമ്മൾ ഇതായിട്ട് ചിക്കൻ വീണിട്ടു. 1ാമത്തെ ലെയർ കംപ്ലീറ്റ് ആയി. 2ാമത്തെ ലെയറിലേക്കാണ് നമ്മൾ പോണത്. പിന്നെ 2ാമത്തെ ലെയറിലേക്ക് നമ്മൾ ഇനി ചോറിടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ 2ാമത്തെ ലെയർ ഇവിടെ കംപ്ലീറ്റ് ആണ്. നമുക്ക് 3ാമത്തെ ലെയറാണ് നെക്സ്റ്റ്. നമുക്ക് ആദ്യം ചോറിട്ട് നമുക്ക് എത്ര ലെയറാണ് വേണ്ടി. ഞങ്ങളിവിടെ 3-4 ലെയർ ഉണ്ട്. അത് വിരുന്ന കേട്ടോ നമ്മുടെ വീട്ടിൽ. നമുക്ക് 3ാമത്തെ ലെയർ ഇട്ടെടുക്കാം.
കറണ്ട് പോയി പെട്ടെന്ന് വരും ചെയ്തിട്ടോ. പിന്നെ നമ്മളെ റൈസ് ഇടുക. ഇപ്പോൾ മൂന്നാമത്തെ ലെയർ കൂടെ കംപ്ലീറ്റ് ആണ്. നാലാമത്തെ ലെയറിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് 4 ലെയറാണ്, 3 ലെയറാണ്. പക്ഷേ അതിൻ്റെ മേലെ 4 ലെയർ കൂടി വെക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ നാലാമത്തെ ലെയർ ചിക്കൻ വെച്ചിട്ടുണ്ട്. പിന്നെ മേലേക്ക് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു സോസ് ഒഴിച്ചിട്ടോ. നാലാമത്തെ ലെയറിലേക്ക് നമ്മൾ റൈസ് ഇടുന്നില്ല, സോസ് ഒഴിച്ച്, സോസില്ല വെള്ളത്തിൽ കളിക്കുക, മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ച്, പിന്നെ ഒരു റെഡ് കളർ വാട്ടർ കൂടി ഒഴിച്ചിട്ടോ. ഇനി നമുക്ക് ദമ്മിടേണ്ട പരിപാടിയിലാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലും പൊതിനരി അരിഞ്ഞിട്ട് വെച്ചെടുത്തു. ഇപ്പോൾ കാണാൻ തന്നെ ഡ്രസ്സുണ്ടല്ലോ ഗൈസ്. പിന്നെ അവിടെ ഇവിടെ നമ്മൾ മുളക് കുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. റൈസിൽ നടക്കാൻ വേണ്ടി